നമസ്കാരം. സൂര്യയും ഭാര്യയും നടിയുമായ ജ്യോതികയും കഴിഞ്ഞ കുറച്ചു നാളുകളായി നിരന്തരം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ചെന്നൈയിൽ നിന്നും താരങ്ങൾ മുംബൈയിലേക്ക് താമസം മാറിയതുമായി ബന്ധപ്പെട്ടാണ് താരദമ്പതികളുടെ കുടുംബകാര്യത്തിൽ വാർത്തകളിൽ നിറയാൻ കാരണം. ഇതിനിടെ സൂര്യൻ നായകനായ കങ്കുവ എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തി. സൂര്യ വിവിധ ഗെറ്റപ്പുകളിൽ അഭിനയിച്ച സിനിമയാണെങ്കിലും പ്രതീക്ഷിച്ച പോലെ വിജയം നേടാൻ സിനിമയ്ക്കായില്ല. പിന്നാലെ സിനിമയെക്കുറിച്ചും ഭർത്താവിന്റെ പ്രണയത്തെപ്പറ്റിയും അഭിപ്രായം രേഖപ്പെടുത്തി ജ്യോതികയും രംഗത്ത് വന്നു. നടിയുടെ പരാമർശം ചൂണ്ടിക്കാണിച്ച് വിമർശനവുമായി എത്തിയിരിക്കുകയാണ് ഗായിക സുചിത്ര. ജ്യോതികയുടെ പോസ്റ്റ് വലിച്ചു കീറുന്ന രീതിയിലുള്ള പ്രതികരണമാണ് സുചിത്ര നടത്തിയത്. പിന്നാലെ സൂര്യ ജ്യോതിക ദമ്പതിമാരെ കുറിച്ചും അവർക്കിടയിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ ഗായിക സംസാരിച്ചു. ജ്യോതിക വളരെ മോശം സ്ത്രീയാണെന്നും അത് വ്യക്തമാക്കാനുള്ള ചില ഉദാഹരണങ്ങൾ ഉണ്ടെന്നും പറഞ്ഞ സുചിത്ര നടി തമനയുമായി ഉണ്ടായ പ്രശ്നത്തെക്കുറിച്ചും സൂചിപ്പിച്ചു. കങ്കുവ എന്ന സിനിമയെക്കുറിച്ച് വരുന്ന മോശം നിരൂപണങ്ങളെ അപലപിച്ചാണ് നടി ജ്യോതിക പ്രസ്താവന ഇറക്കിയത്. എന്നാൽ സിനിമ കണ്ട പ്രേക്ഷകരെക്കാളും സൂര്യയെ വിമർശിച്ചത് ശരിക്കും ജ്യോതികയാണെന്നാണ് സുചിത്ര പറഞ്ഞത്. സിനിമയിലെ സൂര്യയുടെ പ്രണയത്തെക്കുറിച്ച് ആരും സൂര്യയെ കുറ്റം പറഞ്ഞില്ല. എന്നാൽ ആദ്യ അരമണിക്കൂർ സിനിമ അത്ര നല്ലതല്ല എന്ന് പറഞ്ഞ് ജ്യോതികയാണ് സിനിമയെക്കുറിച്ച് വളരെ മോശമായി സംസാരിച്ചത്. ഭർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു ഭാര്യയും ഇത്തരമൊരു പ്രസ്താവന നടത്തില്ല. ബോളിവുഡിൽ അവസരം കിട്ടാൻ വേണ്ടി ജോഡികളായി എത്തുന്നത് കൊണ്ടാണ് ജ്യോതിക ഇത് പറയാൻ കാരണം. ഇതുമൂലം തന്നെ ബോളിവുഡിലെ അവസരം നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ് ജ്യോതിക. ഇതിനെല്ലാം ഉത്തരവാദി സൂര്യയാണ്. അവർ ജ്യോതികയെ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. അവർക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നു. മുടി ചീക്കി കൊടുക്കാനും മേക്കപ്പ് ഇടാനും ഒക്കെ ജ്യോതിക സൂര്യയോട് ആവശ്യപ്പെടുന്നുണ്ട്. സൂര്യയ്ക്ക് ഇപ്പോൾ 50 വയസ്സായി. ഇനിയിപ്പോൾ സൂര്യ ബോളിവുഡിൽ പോയി ഓഡിഷൻ നടത്തണോ? യഥാർത്ഥത്തിൽ സൂര്യ ഒരു പാവമാണ്. ജ്യോതിക യഥാർത്ഥത്തിൽ ചന്ദ്രമുഖിയെ പോലെയാണ്. ജ്യോതികയ്ക്ക് ഒരു സുഹൃത്ത് പോലുമില്ല. അവർ എല്ലാവരോടും അഹങ്കാരത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. തമന്നയും സൂര്യയും അയൻ എന്ന സിനിമയിലെ അഭിനയിക്കുന്നതിനിടെ വിദേശത്തു നിന്നും തമന്ന ജ്യോതികയുമായി ഫോണിൽ സംസാരിക്കുന്നു. എന്നിട്ട് കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങി കൊടുത്തയക്കാമെന്ന് പറഞ്ഞു. ഇത് കേട്ട ജ്യോതിക അതിനെന്താ അയച്ചോളാൻ പറഞ്ഞു. പിന്നീട് സൂര്യ വീട്ടിലേക്ക് തമന്ന വാങ്ങിയ ഡ്രസ്സ് കൊണ്ടുവന്നപ്പോൾ ജ്യോതികയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അവർ അത് എടുത്തിട്ട് തീയിലിട്ട് നശിപ്പിച്ചു. അങ്ങനെ ഒരു കഥാപാത്രമാണ് ജ്യോതിക എന്നാണ് ഗായിക സുചിത്ര അഭിമുഖത്തിൽ പറഞ്ഞത്. ഇരുവരും മുംബൈയിലേക്ക് താമസം മാറിയത് മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണെന്നാണ് പറയുന്നത്. ജ്യോതികയുടെ നുണയ്ക്ക് സൂര്യയും കൂട്ടുനിൽക്കുകയാണ്. മക്കളുടെ വിദ്യാഭ്യാസത്തിന് സിംഗപ്പൂരിൽ പോവുകയാണെന്ന് പറഞ്ഞാൽ സാരമില്ല. പക്ഷെ മുംബൈയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഒന്നും ഇത് ചോദിക്കാത്തതെന്നുമാണ് സുചിത്ര ചോദിക്കുന്നത്. ന്യൂസ് ഡെസ്ക് റീലോഡ്.